രാവിലെ തന്നെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം എടുത്തിട്ടായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കോഫി വിത്ത് അരുൺ കുമാറിൻ്റെയൊക്കെ മുഖത്ത് നോക്കി ഇരിക്കല. കാരണം എന്താ അറിയുക, അങ്ങേരുടെ മുഖഭാവം മാറുമ്പോഴേ ഞാൻ ടി വി അങ്ങ് ഓഫ് ചെയ്യും. എന്താ ഒരു ദുരന്ത വാർത്തയാണ് പറയാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഞാനങ്ങ് ഓഫ് ചെയ്യും, എന്നിട്ട് ഓടിക്കളയും. വേറെ ഒന്നുമല്ല, ഞെട്ടാൻ കഴിയില്ലാന്ന് വിചാരിച്ചിട്ടാണ്. കാരണം 2025 ഞെട്ടി 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 പണ്ടാരടങ്ങിയായിരുന്നു. ഇനിയിപ്പോൾ 2026 കൂടി ഞെട്ടി ഞെട്ടി പണ്ടാരടങ്ങാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ടി വി ഓഫാക്കിയിട്ട് പോകും. എന്നിട്ട് പിന്നെ മെല്ലെ എൻ്റെ മനസ്സിനെയൊക്കെ ഒന്ന് കുളിർമപ്പെടുത്തിയതിന് ശേഷം ഞാൻ വന്ന് നോക്കും എന്താ സംഭവം. അങ്ങനെ കണ്ട ഒരു സംഭവമായിട്ടാ, വേറെ ഒന്നുമല്ല. ഈ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ വിഷ്ണു എന്ന് പറയുന്ന ഒരു പകയൻ, അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷൻ സെൻറ്ററും PSC കോച്ചിങ്ങും ഇതൊക്കെ നടത്തുന്നതാണ്. അവൻ്റെ ഭാര്യയെ അവൻ വെട്ടി കൊലപ്പെടുത്തിയ ഒരു വാർത്തയാണ് വന്നത്. ഇത് കേട്ടപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എന്താണെന്നറിയാം, 10 വർഷത്തോളമായി ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇവർക്ക് കുട്ടികളില്ല. അതുപോലെ തന്നെ ഈ സ്ത്രീ ആണെങ്കിൽ 11,000 ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാമും അതുപോലെ ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളിൽ സജീവമാണ്. ഇവരുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ പോലെ വളർത്തുന്ന വളർത്തു മൃഗങ്ങളാണ്. അതായത് പൂച്ച, പട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവർ പല സ്ഥലങ്ങളിലും പിന്നെ ടൂറ് പോകുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് തോന്നിയൊരു കാരണം എന്താണെന്നറിയാം, അതായത് വിഷ്ണു എന്ന് പറയുന്നത് അയാൾക്ക് സംശയമാണ്. ഭാര്യയെ സംശയമായതുകൊണ്ടും പിന്നെ എന്ന് പറഞ്ഞാൽ കുട്ടികളില്ലാത്ത കലഹമായതുകൊണ്ടും ആണെന്നാണ് അയാൾ പറയുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, അതായത് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചില പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ അവരെ കുറ്റം പറയുന്നൊന്നല്ല കേട്ടാ. ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഈ വിഷ്ണു എന്ന് പറയുന്ന എന്നിനെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം അവന് വേണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്തു പോവാ വേണ്ടത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഇത്രയും സൈക്കോ ആകുന്നത് വരെ ഒരിക്കലും ഭാര്യമാർ നോക്കി നിൽക്കാനും പാടില്ല. അതിൻ്റെ ഒരു വലിയൊരു ദുരന്തമാണ് ഇന്നലെ അനുഭവിക്കുകയും ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഇത് ഇന്നലെയോ തുടങ്ങിയതായിരിക്കില്ല. ഇവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമൊന്നും ഇവൻ്റെ ഭാര്യയുമായിട്ട് ഇവനൊരു പ്രശ്നവുമില്ല. പിന്നെ ഇവന് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് തൻ്റെ ഭാര്യ തന്നേക്കാൾ കൂടുതൽ പ്രാധാന്യങ്ങൾ പൂച്ചയ്ക്കും പട്ടിക്കും കൊടുക്കുന്നു, അവരെ സ്നേഹിക്കുന്നു. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്നുറങ്ങുന്നത് വരെ അവരുടെ കൂടെയായിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭർത്താവ് എന്ന നിലയിൽ അയാളുടെ സമനില തെറ്റിയിട്ടുണ്ടാകാം. എനിക്ക് കിട്ടേണ്ട സ്നേഹം മുഴുവൻ ഇങ്ങനെ കൊടുക്കുന്നത് കാണുമ്പോഴും, പിന്നെ അതുമാത്രവുമല്ല, ഇനിയിപ്പോൾ മക്കളില്ലാത്തത് ചിലപ്പോൾ ഇയാളുടെ പ്രശ്നം കൊണ്ടായിരിക്കും. അങ്ങനെ അതും പറഞ്ഞിട്ട് ഭാര്യ ഏതെങ്കിലും തരത്തിൽ ഇയാളെ നോവിപ്പിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഈ സ്ത്രീ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ നിങ്ങളെ വിട്ടുപോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. ഇതൊക്കെ ആയപ്പോൾ അയാൾക്കൊരു സംശയം വന്നിട്ടുണ്ടാവും. കാരണം എന്താ, ഇവളെങ്ങാനും വിട്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നാട്ടുകാരറിയും, എനിക്കാണ് പ്രശ്നമെന്ന് നാട്ടുകാരറിയും. നാളെ എന്ന് പറഞ്ഞാൽ നാട്ടുകാരും കൂട്ടുകാരും എൻ്റെ മുഖത്തോക്കി ചോദിക്കും, നിന്നെ കൊണ്ട് കഴിയായിട്ടല്ലടാ അവൾ പോയത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കും. ഇതെല്ലാം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വരിയിൽ എന്താ വെച്ചാൽ ഇവർ ജീവിച്ച ആ ഒരു വരി, ഇവരുടെ ആ ഒരു ഇൻസ്റ്റഗ്രാമും അതുപോലെ ഫേസ്ബുക്കൊക്കെ ഞാൻ നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളാണിത്. അതായത് ഇത് കാണുമ്പോഴേ, അതല്ലാതെ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുമായിട്ട് അവരെ വേറൊരു വിധത്തിൽ സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല. അവരങ്ങനെ ഒരു വീഡിയോ പോലും അങ്ങനെ ചെയ്തിട്ടില്ല. അവരെ മറ്റൊരു വീഡിയോ ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമോ അല്ലെങ്കിൽ വേറെ, പിന്നെ ഇവർക്ക് വേറെ എന്തോ ഒരു ഇതൊക്കെ ഉണ്ട്, സിനിമ സീരിയൽ അങ്ങനെയൊക്കെ ആയിട്ട് എന്തെല്ലോ ഇതെല്ലാം ഉണ്ട്. പക്ഷേ അതിലൊന്നും പറഞ്ഞാൽ കൂടുതലായിട്ടൊന്നും അത് പ്രശ്നമൊന്നുമല്ല. പക്ഷേ അതിൽ കൃത്യമായിട്ട് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് മക്കളില്ലാത്തത് ഇയാളെ പറഞ്ഞിട്ടുണ്ടാകാം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ അമിതമായിട്ടുള്ളപ്പോഴേ ഭർത്താവിൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ല, അയാൾ വരുമ്പോഴും മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചില സ്ത്രീകൾ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അതായത് എങ്ങനെയെങ്കിലും കെട്ടിയോമാരെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ നിൽക്കും. അയ്യോ എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരാണ്, ഇവരെ വളർത്താൻ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നിൽക്കും. അത് കഴിഞ്ഞാൽ കുറേ സഹതാപങ്ങൾ വരും, ഗൾഫിൽ നിന്ന് ഒരുപാട് ഇത് വരും. പിന്നെ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളല്ലേ, അതുകൊണ്ട് തന്നെ ഇക്കിളിച്ചാറ്റുകൾ വരും. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിലും മിണ്ടാതിരിക്കാം. അപ്പോഴും ഭർത്താവ് എന്ന് പറയുന്ന ഒരു മരക്കിഴങ്ങൻ എവിടെയെങ്കിലും ഉണ്ടാകും. അയാൾ അവിടുന്ന് ഇങ്ങനെ കരയുന്നുണ്ടാകും, അയ്യോ എന്നെ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട്. അതായത് അവർക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവ് എന്ന് പറയുന്നവൻ ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് പിന്നെ ആൾക്കാർ ഇത് കാണും, കുറച്ച് സമ്മാനങ്ങൾ കിട്ടും, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സബ്സ്ക്രിപ്ഷൻ പരിപാടികളൊക്കെ അങ്ങ് തുടങ്ങാം എന്നുള്ള വിചാരമൊക്കെ. ഇവരെ കാര്യമല്ല പറയുന്നത് കേട്ടോ, ഈ മരിച്ചവരെ കാര്യമല്ല പറയുന്നത്, ഞാൻ പൊതുവായിട്ട് പറയുന്നതാണ്. അങ്ങനെ പല കുടുംബങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര പ്രശ്നത്തിലാണ്. അതായത് സോഷ്യൽ മീഡിയ തുടങ്ങാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ഭർത്താവിനെ എങ്ങനെ പുറത്താക്കാം എന്ന് വരെ ആലോചിച്ച് നടക്കുന്നവരുണ്ട്. തെളിവ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. അതായത് പലരും വന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നി ചേട്ടാ എന്നെ അവൾക്ക് വേണ്ട, പൈസ വരെ അയച്ചു കൊടുത്തിട്ട് യാതൊരു എളുപ്പമില്ലാതെ ഞങ്ങൾ 3 വർഷമായി പിരിഞ്ഞിട്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.
കഴിഞ്ഞ വിഷുവിന് വരെ പൈസ വാങ്ങിച്ചിട്ട് 3 വർഷമായി ഞങ്ങൾ പിരിഞ്ഞ് താമസിക്കുന്നു, അയാൾ തിരിഞ്ഞു നോക്കാറില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് പിന്നീട് അയാളെ പറ്റിയിട്ടുള്ള തെറികളാണ്. അവനെ പോലെയുള്ളവനെ വെച്ചേക്കരുത് മകളെ, വിടരുത് മകളെ, അവനൊക്കെ ഒഴിവാകട്ടെ, അവനെയൊക്കെ എന്തിനാണെന്നൊക്കെ ചോദിച്ചിട്ട്, എന്തിനാ 10 ലൈക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 10 പിന്നെ എന്താണ് വീഡിയോ അവത്താൾ കാണാൻ വേണ്ടിയിട്ട്, ഒരു സഹതാപ തരംഗം വരാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്ന് പലതും നടക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എപ്പോഴാണ് വയലൻ്റ് ആകുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും ഒരു സമയത്ത് അവരുടെ ഉള്ളിൽ നിന്ന് അത് പൊട്ടി പുറപ്പെടും. അത് പൊട്ടി പുറപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ദുരന്തമാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റൂല. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം. അവിടെ ഭർത്താവിനെയോ മക്കളെയോ മാറ്റി നിർത്തിയിട്ടോ അല്ലെങ്കിൽ ഭർത്താവിനോടുള്ള സ്നേഹം കുറഞ്ഞിട്ടോ ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ നമ്മൾ പൂച്ചയെയോ പട്ടിയെയോ ആരെ വേണമെങ്കിലും ശ്രദ്ധിച്ചോ, അതിൻ്റെ കൂടെ ഭർത്താവ് എന്ന് പറയുന്നവനെയും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഴിഞ്ഞു പോകണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു പോകണം. ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളിപ്പിടിച്ച് നിൽക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവിന് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ആ സ്ത്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഒഴിഞ്ഞു പോകാമായിരുന്നു. ഇവനെ കാത്തിരിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇവൻ ഇത്രത്തോളം ദ്രോഹിക്കുന്നവനാണെങ്കിൽ, അതുമാത്രവുമല്ല ഇവർക്കാണെങ്കിൽ ഈ അയൽവക്കത്തുള്ള ഒരാളുമായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും മറ്റുള്ളവർ അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു ദുരൂഹമായിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ എന്ന് വെച്ചാൽ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന വ്ളാത്തുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നിരിക്കുന്നത്. വളരെ ദുരന്തം തന്നെയാണത്. അതായത് ആ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ആ ഒരു ഭാവവും കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ അയാളുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ നല്ലൊരു മനുഷ്യൻ. അതായത് അവർ രണ്ടുപേരുമുള്ള യാത്രകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇയാളാണോ ഇവരെ കൊലപ്പെടുത്തിയത് എന്ന് നമുക്ക് തന്നെ സംശയം തോന്നും. അത്ര നല്ലൊരു മനുഷ്യനായിരുന്നു. പലപ്പോഴും ഇവരുടെ വീഡിയോ എടുക്കാൻ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കുന്നത് തന്നെ ഈ മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പൂച്ചക്കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഡാഡിയും മമ്മിയുമാണ് ഇവർ. അങ്ങനെയൊക്കെയുള്ള ഒരു കുടുംബം ഇന്നലെ ഇങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇതുപോലെ ഭാര്യയെ ഇത്രത്തോളം ദേഷ്യത്തോടു കൂടി ചെയ്യണമെങ്കിൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായ എന്തോ ഒരു സംഭവമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരപുരുഷ ബന്ധമോ അല്ലെങ്കിൽ സംശയ രോഗമോ ഒന്നുമല്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നിസാരം ഇന്ന് കാണുന്ന ചില കാര്യങ്ങൾ അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇനിയും വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കരയുന്ന ഒരുപാട് ആൾക്കാരെ കാണാം. അതായത് ഭർത്താവ് ഉപേക്ഷിച്ച് പോയവരുണ്ട്, പിന്നെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് തെറ്റിപ്പിരിഞ്ഞ് വന്നവരുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ടുപിടിച്ചത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു യൂട്യൂബർ ഉണ്ട്. അവർക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മില്യൺ കണക്കിന് സബ്സ്ക്രൈബറും ഫോളോവറും ഉണ്ട്. 2 ദിവസം മുമ്പ് അവരുടെ കല്യാണമായിരുന്നു. പക്ഷേ 18 വയസ്സ് വരെ ആ തന്ത വളർത്തിയിട്ടും അവർ പറയുന്നത് എന്താണെന്നറിയാം, ഞങ്ങൾക്ക് മീൻകറി തന്നില്ല, ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ബ്രെഡ് വാങ്ങിച്ച് തന്നില്ല, ആ ദുഷ്ടൻ ഞങ്ങളുടെ മുഖത്ത് നോക്കി തിന്നും എന്നൊക്കെയാണ് ഈ പെൺകുട്ടികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം എന്ന് പറഞ്ഞാൽ അവർക്ക് മില്യൺ കണക്കിന് ഫോളോവേഴ്സായി, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല വ്യൂവേഴ്സായി. അവർ നന്നായി നല്ല വീട് വെച്ചു. എന്നിട്ടും ആ തന്തയെ തിരുത്താനോ അല്ലെങ്കിൽ ആ തന്തയെ പോയി കാണാനോ അവർക്ക് സൗകര്യമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അന്ന് ആ തന്ത അന്ന് ആ തന്തയെ ഒഴിവാക്കി അവർ വന്നില്ലായിരുന്നുവെങ്കിൽ അവരൊരിക്കലും രക്ഷപ്പെടില്ല. അവരെ എന്ന് പറഞ്ഞാൽ അവരുടെ കഷ്ടപ്പാടുകളും ഇതുമാണ് ജനങ്ങൾ കാണാൻ, അല്ലെങ്കിൽ ജനങ്ങൾ എന്താണ് ആകാംക്ഷയോട് നോക്കുന്നത്, അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരുടെ കാര്യം കട്ട പുകയാണ്. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭീമമായ തുകകൾ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ നിഷ്ഠാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെവിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ കളയും, ഉറപ്പാണ്. ബൈ ബൈ. ടൈപ്പ് ചെയ്യാൻ മറക്കല്ലേ.